ശ്രീ മുണ്ടൂർ സേതുമാധവൻ. കല്ലടിക്കോടൻ മലനിരകളുടെ സാന്നിധ്യത്തിൽ ഒരു പിടി നല്ല ചില സാഹിത്യങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച പാലക്കാടിന്റെ സ്വന്തം ശ്രീ മുണ്ടൂർ സേതുമാധവൻ. സാഹിത്യരംഗത്തും അധ്യാപന രംഗത്തും തന്റെ മികച്ച വ്യക്തിത്വം പതിപ്പിച്ച അദ്ദേഹം തീവ്രാനുഭവങ്ങൾ ഊതിക്കാച്ചിയ ജീവിതവും കഥകളുമാണ് അദ്ദേഹം തന്റെ കഥകൾക്ക് പശ്ചാത്തലമായി സ്വീകരിച്ചത്. തികച്ചും നാട്ടിൻപുറത്തുകാരായ ആളുകളുടെ ആശങ്കയും ആദിയും അല്ലലുകളുമാണ് മുണ്ടൂർ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവരുടെ സന്തോഷവും നന്ദിയും കടപ്പാടും അതിൽ കാണാം. മണ്ണ് എന്ന ആദ്യ കഥയിലൂടെ സാഹിത്യ ജീവിതം ആരംഭിക്കുകയും തുടർന്ന് നിറങ്ങൾ, കലിയുഗം, കേട്ടുവോ ആ നിലവിളി, മുണ്ടൂർ തുടങ്ങി നിരവധി സാഹിത്യകൃതികൾ മലയാളത്തിന് സമ്മാനിച്ചു. ജന്മനാടായ മുണ്ടൂരിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കഥ പറഞ്ഞാണ് സേതുമാധവൻ മലയാള സാഹിത്യത്തിൽ തന്റെ ഇരിപ്പിടം ഉറപ്പിച്ചത്. ഗവൺമെന്റ് കോളേജ് ചിറ്റൂരിലെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുടെ 6ാം സെമിസ്റ്ററിന്റെ ഭാഗമായിട്ടുള്ള പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് സാറിനെയാണ് അഭിമുഖം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മുണ്ടൂർ സേതുമാധവൻ സാറിനെയാണ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്നത് ടോപ്പിക്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് സാറിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അത് സാറിന്റെ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനും അതുപോലെ പുറമേ നിന്ന് ഞങ്ങൾക്ക് മലയാള സാഹിത്യ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയത്തിലാണ് സാറിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നിട്ടുള്ളത്. അപ്പൊ സാറ് ഞങ്ങളുമായിട്ട് സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മാഷിന്റെ ബാല്യകാല ഓർമ്മകൾ എങ്ങനെയായിരുന്നു? നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അധ്യാപകൻ ആര്, അല്ലെങ്കിൽ അധ്യാപിക ആര്? അധ്യാപകൻ പിന്നെ രണ്ടും ഇൻക്ലൂഡറാണ്. ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മിക്കവാറും കുട്ടിക്കാലത്തെ അധ്യാപകനോടാണ്, പ്രത്യേകിച്ച് പ്രൈമറി സ്കൂൾ. അല്ലാണ്ട് കോളേജിലെ പ്രൊഫസേഴ്സ് എല്ലാം ആദ്യം കടന്നു വരിക. കാരണം അന്നാണ് നമുക്ക് ഈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ഇഷ്ടവും ഇഷ്ടക്കേടും കൂടുതൽ ഉണ്ടാവുക. അതാണ് ഞാൻ ആദ്യം മാർക്കസിനെ കുറിച്ച് പറഞ്ഞത്. മാർക്കസ് 100 Years of Solitude എന്ന നോവൽ എഴുതിയ ആളാണ്. അയാൾ പറഞ്ഞത്, ഞാൻ എഴുതുന്നത് മുഴുവൻ എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ്. ഇവരൊക്കെ എഴുതുന്ന രീതി, ഭാഷ, ആ ഭാഷ ഉപയോഗിച്ച് ഏത് ചുറ്റുപാട്, എന്തിനെക്കുറിച്ചാണ് അവരൊക്കെ എഴുതിയിരിക്കുന്നത്? അവരുടെ സ്വന്തം ജീവിത ചുറ്റുപാടിനെ കുറിച്ചാണ് അവരെഴുതിയത്. കാരണം എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്കാലം എൻ്റെ വയസ്സ് മാത്രമല്ല, ഞാൻ എവിടെ ജീവിച്ചു, എൻ്റെ സഹപാഠികൾ, എൻ്റെ സ്കൂളുകൾ, എൻ്റെ ഗ്രാമം, ആ ഗ്രാമത്തിലെ ജീവിതം, അവിടുത്തെ പ്രധാനപ്പെട്ട ജീവിത മാർഗം. മുതിർന്നു വരുമ്പോൾ നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വളരുന്നു. അപ്പം നിങ്ങൾക്ക് കുട്ടിക്കാലത്തെ ഏറ്റവും ഇഷ്ടം വൈകുന്നേരം വീട്ടിൽ പോയാൽ അമ്മ ഉണ്ടാക്കി തരുന്ന ഏതെങ്കിലും ഒരു പലഹാരമായിരിക്കും. ഈ തരത്തിൽ അമിതമായ ഒരു ഇഷ്ടത്തിന് കാരണം 4 മണിക്ക് കിട്ടുന്ന പലഹാരമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൊഞ്ചലായിരിക്കാം. അപ്പോൾ അമ്മ എന്ന കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് എപ്പോഴാണ്? കുട്ടിക്കാലത്താണ്. അത് എപ്പോഴും ഒരു നിശ്ചല ജലം പോലെയല്ല. നിശ്ചല ജലം പോലെയാണെങ്കിൽ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ അമ്മയെ എന്ന് വിളിച്ച് കയറുന്ന നിങ്ങൾക്ക് 24ാമത്തെ വയസ്സിൽ ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ അമ്മയെന്ന് വിളിച്ച് കയറാൻ പറ്റുമോ? പറ്റില്ല. അപ്പോഴേക്ക് നിങ്ങളമ്മ ഉണ്ടാവും അല്ലേ? അതിൻ്റെ ഭാവുകത്വം മാറി. ബാല്യകാലത്തെ ഓർമ്മകളിൽ നിന്നാണ് നമ്മുടെ എഴുത്ത്, നമ്മുടെ സർഗാത്മകതയുടെ ഒരു എക്സ്പ്ലോഷൻ മനസ്സിലുണ്ടാവും. അത്തരത്തിലെ ഓർമ്മയാണ് 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കാൻ കുട്ടികൾക്ക് കൊടുത്ത ആ കഥ അമ്മ കൊയ്യുന്നു എന്നത്. വളരെ അധികം അന്ന് ആ 7 കൊല്ലം ഉണ്ടായിരുന്ന മലയാള പാഠപുസ്തകങ്ങളിൽ ഏറ്റവും മികച്ചത് ഇതായിരുന്നു എന്ന് എനിക്ക് NCERT വിളിച്ചു പറഞ്ഞു. അതിന് കാരണം ഇത് നമ്മുടെയൊക്കെ ജീവിതമാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതവും ചുറ്റുപാടും കഷ്ടപ്പാടും ഒക്കെ അല്ലേ, ഇതൊക്കെ നിറഞ്ഞതായിരുന്നു എല്ലാവരുടെയും കുട്ടിക്കാലം. അപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സമൃദ്ധമായിട്ട് അനുഭവിച്ച ഒന്നാണ് വിശപ്പ്. വീട്ടിൽ ഒരുപാട് ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേജിൽ നിന്ന് മാറി. അപ്പം ഇതൊക്കെ കൂടിയ നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്നാണ്
ഒരു എഴുത്തുകാരൻ്റെ ജൈവചോദന, അതായത് എഴുതാനുള്ള ഒരു ഒരു പിന്നെ സർഗാത്മകത എന്ന് പറയാം, എഴുതാനുള്ള സ്വാഭാവികമായ ഒരു താല്പര്യം. അത് ഉണ്ടാവുന്നത് കുട്ടിക്കാലത്ത് അനുഭവങ്ങളിൽ നിന്നാണ്. മാഷിന്റെ ബാല്യകാല ജീവിതത്തിൽ വായനയ്ക്കുള്ള പ്രാധാന്യം എന്തായിരുന്നു? ഞാൻ മുണ്ടൂരിന്ന് 6 നാഴിക നടന്നിട്ടാണ് പറളി ഹൈസ്കൂളിൽ പഠിച്ചിരുന്നത്. പറളിയിൽ അന്ന് മുണ്ടൂർ ഹൈസ്കൂളിൽ. താല്പര്യം മുഴുവൻ വായനയിലായിരുന്നു. കുട്ടിക്കാലത്ത് വായന അത് അതിഗംഭീരമായിട്ട് വൈകുന്നേരം 4 മണിക്ക് വീടെത്തിയാൽ ചോറ്റുപാത്രവും പുസ്തകമൊക്കെ അവിടെ ഇട്ടിട്ട് നേരെ ഞാൻ മുണ്ടൂരിലുള്ള വായനശാലയ്ക്ക് പോകും. വിവേകാനന്ദ വായനശാല എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ അവിടെ പോയിരിക്കും. ഇവിടുന്ന് മറിച്ച് നോക്കാനൊക്കെ പറ്റൂ. അത് കുറേ ആൾക്കാരുണ്ടാവേ, 10-40 പേരവിടെ എത്തുക. ഈ പുസ്തകങ്ങളുള്ള അഭിരുചി കണ്ടിട്ട് അന്ന് 4 മെമ്പർഷിപ്പ് ഉണ്ട് വായനശാലയിൽ. അപ്പോൾ എന്നോട് മെമ്പർഷിപ്പ് തരണ്ടാവാം. ഇതിൻ്റെ ഈ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ഇല്ലേ, അവർ പറഞ്ഞു ചെയ്തു ആ പൈസ തരണ്ട, പുസ്തകം എടുത്തോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ പുസ്തകം എടുത്തിട്ട് വരും. വീട്ടിൽ വന്നാൽ നമുക്ക് കൂട്ടുകുടുംബമാണ്. ഈ വായനയോട് താല്പര്യം എനിക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായി. മറുത്ത് ഒരു തിണ്ണയുണ്ട്. ആ തിണ്ണയിലാണ് ഇരുന്ന് വായിക്കലും കിടക്കലും ഉറങ്ങലും ഒക്കെ അതിലാണ്. മഴച്ചാറിൽ അടിക്കും, അത് കൊള്ളും. അങ്ങനെയൊക്കെ വളരെ പ്രാകൃതമായ ഒരു ജീവിതമായിരുന്നു. ഈ വായന എങ്ങനെയാണ് ചോദിച്ചാൽ, എനിക്കൊരു പെട്ടിയുണ്ട്. ഇരുമ്പ് പെട്ടി. ഈ ഇരുമ്പ് പെട്ടി പുറത്ത് ഒരു ചിമ്മിനി കത്തിച്ച് വയ്ക്കും. അന്ന് പാലക്കാട് ടൗണിൽ ലൈറ്റ് ഇല്ലാത്ത കാലമാണ് ഞാൻ പറയണത്. ഇലക്ട്രിസിറ്റി എത്തിയിട്ടില്ല. പെട്ടി പുറത്ത് ഇതിലിരുന്നിട്ടാണ് വായിക്കുക. ഈ ചിമ്മിനി വിളക്കിലെ എണ്ണ തീരുന്നത് വരെ, അല്ലെങ്കിൽ വെളിച്ചാവുന്നത് വരെ, അല്ലെങ്കിൽ പുസ്തകം തീരുന്നത് വരെ. ഇതാണ് കണ്ടീഷൻ. ഈ 3 കണ്ടീഷൻസാണ് അന്ന് എൻ്റെ വായനയെ മോട്ടിവേറ്റ് ചെയ്ത ഘടകങ്ങൾ. അത്രയും അന്ന് വായനയിൽ ഞാൻ ഇമ്മേഴ്സ്ഡ് ആയിരുന്നു. എൻ്റെ കുട്ടിക്കാലം അങ്ങനെയാണ്. ആ വായനയായിരിക്കാം ഒരു പക്ഷേ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് വായിക്കാത്ത ജീവിത ഭാഗങ്ങൾ കുറിച്ച് ചിന്തിക്കാനും എഴുതാനും എന്നെ പ്രേരിപ്പിച്ചത്. പുസ്തകങ്ങളോടും വായനയോടും ഉള്ള ഒരു ആഭിമുഖ്യം ഈ വായനയിലൂടെയാണ് എൻ്റെ കുട്ടിക്കാലത്ത് എന്നിലേക്ക് കടന്നു വന്നത്. മാഷിന്റെ എഴുത്ത് ജീവിതം ആരംഭിച്ചത് എങ്ങനെയായിരുന്നു? എൻ്റെ എഴുത്ത് ജീവിതം, ഞാനൊരു എഴുത്തുകാരനാവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വല്ലാത്ത ഒരു അനുഭവം ഉണ്ടായി കേട്ടോ. ഇതിലത്തെ ഏറ്റവും വലിയ രസം, അതേ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ പേരക്കുട്ടി, ഇപ്പോൾ മെഡിസിൻ ചെയ്യില്ലേ, അവിടെ ഒരു കഥ എഴുതിയത്. അപ്പോൾ ഈ 9 എന്നുള്ള ഒരു ടേണിംഗ് പോയിൻ്റാണ്. 13 വയസ്സ് ആണ് നമുക്കൊക്കെ. ആ 9 പഠിക്കുമ്പോൾ, ഞാൻ 9 പഠിക്കുമ്പോൾ തിരൂരിൽ നിന്ന് ഒരു മാഷുണ്ടായിരുന്നു, മുഹമ്മദ് മാഷ്. എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു മാഷായിരുന്നു. നല്ല 1ാം തരം അധ്യാപകൻ മുഹമ്മദ് മാഷ് കേട്ടോ. അത് ഇംഗ്ലീഷ് എടുക്കുമ്പോഴൊക്കെ ഇല്ലേ കേട്ടുപോകും, ഇരിക്കും. അത്ര സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഇംഗ്ലീഷ് വരിക അയാൾക്ക് വായന. എനിക്കൊക്കെ അതിങ്ങനെ കേട്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കൂടി അദ്ദേഹത്തിനോടൊരു ആരാധന തന്നെ ഉണ്ടായിരുന്നു ആ കാലത്ത്, കുട്ടിക്കാലം ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം അയാൾ ഹാഫ് ഇയറിലെ ഡേറ്റ് 9 എൻ്റെ ഇംഗ്ലീഷ് പേപ്പർ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്കൊക്കെ പൊക്കി കാണിച്ചിട്ട്, യു ഷുഡ് റൈറ്റ് ലൈക്ക് ദിസ് എന്നൊക്കെ പറയും. ഇങ്ങനെ എഴുതണം ഉത്തരം. അപ്പോൾ ഞാനെന്നെ വിചാരിച്ചത് എൻ്റെ ആണോ, ഞാനിങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടോ, എനിക്കെന്നെ അറിയില്ല. പക്ഷെ എന്നെ വിളിച്ച് പറഞ്ഞു, താൻ നാളെ രാവിലെ വരുമ്പോൾ ഒരു കഥ എഴുതി കൊണ്ടുവരണം. ഇത് വല്ല ഇടിമിന്നൽ തലക്കേറ്റ പോലെയല്ലേ. ഞാൻ അന്തം വിട്ടു. രാത്രി ഊണൊക്കെ കഴിഞ്ഞ് ഉറക്കം വരാതെ കിടന്നു. എന്താ ഉറക്കം വരാതിരിക്കാൻ കാരണം, രാവിലെ പോകുമ്പോൾ കഥ വേണേ. എങ്ങനെയാണ് ഈ കഥ ഉണ്ടാക്കുക എന്നറിയണ്ടേ. മനസ്സ് വളരെ ശൂന്യം. പക്ഷെ പിറ്റേന്ന് പോയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഈ മാഷ്. അയാളോട് പറഞ്ഞ മോശമില്ലേ,
എന്നുമുണ്ട് മനസ്സിൽ. ഇതൊക്കെ കൂടി വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ പിറ്റേന്ന് സ്കൂളിൽ പോയി. അപ്പോൾ അവരെന്നെ അവിടേക്ക് അവർ പോയി. ഉച്ചയ്ക്ക് 1 മണിക്ക് സ്കൂള് ഉണ്ണാനുള്ള ബെല്ലടിച്ചപ്പോൾ ഈ അധ്യാപകരൊക്കെ കൂടി വന്നപ്പോൾ ഞാൻ കൊടുത്തു. എൻ്റെ നോട്ട് ബുക്ക് കയറി അപ്പോൾ ഒരു കഥ എഴുതിയിട്ട് അത്ഭുതകരമായിട്ട് ഈ സന്ദർഭമൊക്കെ കൂടി മനസ്സിൽ കിടന്നിട്ടേ അതിൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് ഒരു കഥ വന്നു. ആ കഥയുടെ പേര് മണ്ണെന്ന്. എനിക്കെപ്പോഴും ഞാൻ ആ പേര് ഓർമ്മിക്കുന്നുണ്ട്, മണ്ണ്. ഈ കഥ എഴുതാൻ തന്നെ കാരണം ഈ നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ മണ്ണിൻ്റെ നനവിലും മണ്ണിൻ്റെ മുളച്ചു വന്ന വിത്തിലും മണ്ണിൻ്റെ ഇടുകി ചേർന്നിട്ടുള്ളതായ വളപ്പശ്മയിലും ഒക്കെ ഉള്ള ഒരു ജീവിതം ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു ജീവിതം. അപ്പം അതിനെ വെച്ചുകൊണ്ടാണ് അതിലുള്ളതായ നമ്മുടെ വല്ലാത്ത ദാരിദ്ര്യവും ഒക്കെ കൂടിയാണ് എൻ്റെ കഥ. എന്നെ കണ്ടതും ഒരു മാസിക എടുത്തിട്ട് മൂർത്തി കാണിച്ചു. ആ മാസികയിൽ എൻ്റെ ഈ കഥ അച്ചടിച്ചിട്ടുണ്ട്. അതിൽ വലുതായിട്ട് എൻ്റെ ഫോട്ടോ ഉണ്ട്. മണ്ണ് എന്ന ടൈറ്റിലിട്ട് കഥയുടെ പേര്. നോക്കുമ്പോൾ ഈ മുഹമ്മദ് മാഷ് എന്ത് ചെയ്തു, ഈ കഥ കോഴിക്കോട്ടെ ഒരു മാസികയിലേക്ക് കുട്ടികളുടെ ഒരു മത്സരത്തിന് അയച്ചു കൊടുത്തു. അതിൽ 1ാം സമ്മാനം എനിക്കാണ്. അങ്ങനെയാണ് ഈ കഥ പ്രസിദ്ധീകരിച്ചു വന്നത്. ഞാൻ അങ്ങോട്ട് പെരുമുറയെന്ന് കരഞ്ഞു. മാഷിനെ വിളിച്ചു പറഞ്ഞു, പുറത്തു തട്ടി എനിക്കറിയാമായിരുന്നു. ആ മാഷ് കണ്ടെത്തിയ ക്വാളിറ്റീസ് എന്നിൽ എനിക്കറിയില്ല. അപ്പോൾ എന്നിലെ ഒരു കഥാകാരനെ എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ ക്ലാസ് അധ്യാപകനായ മുഹമ്മദ് മാഷാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കഥയുടെ എൻ്റെ പ്രചോദനം. പിന്നെ എത്രയോ കഥകൾ എഴുതി, 500 കഥകൾ. എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? മുണ്ടൂര് ഇല്ലാത്ത ഒരു കഥ എനിക്കില്ല. ആ ഗ്രാമത്തിലെ എല്ലാവരെയും, പിന്നെ ഈ കുട കെട്ടുന്നവനും കന്നുതളിക്കാരനും കൃഷിക്കാരനും അധ്യാപകനും ആ മരത്തിൽ പണിയെടുക്കുന്ന ആശാരിയായാലും എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. ആ ഗ്രാമത്തിലെ ഓരോ വ്യക്തിയും എനിക്കിവിടെ ഇരുന്നാൽ കാണാൻ പറ്റും. മനസ്സിലായി? അത്രയും ഈ ഇഷ്ടപ്പെട്ട എൻ്റെ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിലല്ലാതെ എനിക്ക് കഥകൾ എഴുതാൻ സാധിക്കില്ല. പുറത്തു നിന്നുള്ള കഥാ വിഷയങ്ങൾ പലതും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളെയും മുണ്ടൂരിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതുമ്പോഴേ എനിക്കൊരു പൂർണ്ണത എത്തും. അതുപോലെ തന്നെ എൻ്റെ കഥകളിൽ നിരന്തരം കാണുന്ന ഒന്നാണ് കല്ലടിക്കോടമല. കല്ലടിക്കോടമല മുണ്ടൂരിൽ എൻ്റെ വീട്ടിൻ്റെ തിണ്ണയിൽ ഒറ്റയ്ക്ക് രാത്രി ഇരിക്കുമ്പോൾ ദൂരെ കല്ലടിക്കോടമല കാണാം. അത് കാണുന്ന എങ്ങനെ അറിയോ? രാത്രി അതിൽ കാട്ടുതീ ഉണ്ടാവും. ആ കാട്ടുതീ തുറുകണ്ണോട് എന്നെ നോക്കുകയാണ് എന്നെനിക്ക് തോന്നുന്നു. അതെൻ്റെ കഥകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മലയാണ്. മനസ്സിലായി? അപ്പോൾ മുണ്ടൂരില്ലാതെ, അല്ലെങ്കിൽ എൻ്റെ ജന്മസ്ഥലത്തെ ഭാഷയും ജീവിതവുമില്ലാതെ, അവിടുത്തെ നദികളില്ലാതെ, അവിടുത്തെ കാടുകളില്ലാതെ, അവിടുത്തെ പാമ്പുകളില്ലാതെ, അങ്ങനെ തന്നെ പറയാം കഥയില്ല. കേട്ടുവോ ആ നിലവിൽ? ആ കഥ വായിച്ചപ്പോ അതില് ആദ്യാവസാനം വരെ ഒരു നിശ്ചലതയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്, നിശബ്ദത. പിന്നീട് ലാസ്റ്റ് കൊണ്ടാണ് ഒരു നിലവിളിയായിട്ട് അത് മാറുന്നത്. അപ്പോ അത് എഴുതാനുണ്ടായ ഒരു പശ്ചാത്തലം ഒന്ന് പറയാം? അതെന്റെ ഒരു ഭാഷാശൈലി. ജാനുവിനെ വീട്ടിൽ കാണുമ്പോ കാളിയടത്തി ഔ പൊന്നും കട്ട എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഷാപരമായിട്ടുള്ള ശൈലി അതൊന്ന് വിശദീകരിക്കാൻ സാധിക്കും? പൊന്നും കെട്ട എന്ന പ്രയോഗം വരുന്നത് ജീവിതത്തിന്റെ നനഞ്ഞ മണ്ണിൽ നിന്നാണ്. അതാണ് എൻ്റെ ഗ്രാമം. അതിനെ പൊന്നും കെട്ട എന്നുള്ളത് എൻ്റെ സ്വർണ്ണരൂപിണി നോറ്റാക്കിയാലും അത് തകഴിയെ പോലെ കുട്ടനാട്ടിലിരുന്ന് എഴുതുന്ന ആൾ ഉപയോഗിക്കുന്ന പ്രയോഗം വേറെ ആയിരിക്കാം.
MT കൂടല്ലൂർ ഇരുന്ന് എഴുതുന്നത് വേറെ ആയിരിക്കാം. മനസ്സിലായോ? ആ പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഒരു എഴുത്തുകാരൻ്റെ എഴുത്തിൽ പ്രകടമായിരിക്കും. ദാറ്റ് ഈസ് മൈ ടൺ. ഈ കഥ ഇത് വളരെ പ്രസിദ്ധമായ എൻ്റെ ഒരു കഥയാണ്. കേട്ടുപോകും ആ നിലവിളി. ഇതിൽ പങ്ങുണ്ണി അല്ലേ, പങ്ങുണ്ണി ബസ്സിറങ്ങി തൻ്റെ രണ്ടാം കുടിയുമായിട്ട്, നാടൻ പ്രയോഗത്തിൽ പറഞ്ഞാൽ രണ്ടാം ഭാര്യയായിട്ട് വരികയാണ്. അപ്പോൾ ഇയാൾ ഈ ഒന്നാം ഭാര്യയെ എന്തോ ചെയ്തു, ഉപേക്ഷിക്കുകയെ അല്ലെങ്കിൽ പിന്നെ മരിക്കുകയെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഒരു സംഭവം നടന്നു. അപ്പോൾ ഈ പങ്കുണ്ണി വളരെ പരുക്കനായ ഒരു മനുഷ്യനാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന വൈകുന്നേരമായ കുപ്പിക്കണക്കിൽ മോന്തുന്ന ഒരു ക്രൂരനായ ഭർത്താവില്ലേ, പഴയ രീതിയിൽ. ഇപ്പൊക്കെ മാറിയിട്ടുണ്ട്. എങ്കിലും അയാള് തൻ്റെ രണ്ടാം കുട്ടിയുമായിട്ട് രണ്ടാമത് വിവാഹം കഴിച്ച പെൺകുട്ടി ആയിട്ട് വരികയാണ്. ബസ് ഇറങ്ങി വന്നു. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവളുടെ കാലിലെ ഈ സാരിയുടെ ജരികയില്ലേ, ഈ ജരിക ഇങ്ങനെ ഒരഞ്ഞിട്ടാണ് വരണത്. അവൾ ജരിക ഒരയണമെന്ന് പറഞ്ഞാൽ അവൾ നടക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. കാരണം ഇതൊരു പുതിയ ലോകമാണ്, അവൾക്കറിയാത്ത ലോകം. അവൾ വരുന്നത് മലഞ്ചെരുവിലെ കുടിലിൽ നിന്നാണ്. മലഞ്ചെരുവിൽ ഇവളും ഇവളുടെ അമ്മയുള്ളൂ. മരിച്ചുപോയി, അല്ലെങ്കിൽ ഇവരെ ഇട്ടെറിഞ്ഞു പോയി. ഇവളുടെ അമ്മ ആ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പെട്ടു. ഷീ ബിക്കെയിം ഓൾ അലോൺ. ആ ഒറ്റയ്ക്ക് ഉള്ള അവളെ ഒരു കെട്ട് കഴിഞ്ഞ പങ്ങുണ്ണിക്ക് ദാനം കൊടുക്കുമ്പോൾ എല്ലാവരും കൂടി നീ കൊണ്ടുപോയി കല്യാണം കഴിക്കുക, അവൾക്കൊരു സഹായം ചെയ്തതാണ്. മനസ്സിലായി? എന്നിട്ട് അയാൾ തൻ്റെ ഈ രണ്ടാം കുടി ആ വാക്ക് മറക്കണ്ട. വരുമ്പോൾ ഇയാൾ പോണ തന്നെ നിങ്ങൾ ആ നാട്ടിൻപുറത്തെ വരമ്പിലൂടെ ഇവൻ മുമ്പിൽ, ഇവള് വളരെ പറകില്ല. അങ്ങനെയല്ലേ നവവധു നടക്കുക, വളരെ ദൂരെ പേടിച്ച് പറിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവൻ പോകുന്നത് വെട്ടാനൊരുങ്ങുന്ന പോത്ത് പോലെ എന്നാണ്. അത്ര പ്രതിഷേധമാണ് ആ പോത്തിന്. ഭയങ്കര ശക്തിയുള്ളൊരു മൃഗമാണ് പോത്ത്. അങ്ങനെയാണ് വരണത്. അവൻ്റെ കൂടെ അങ്ങനെ പോകുമ്പോൾ പാടത്ത് കളവിലിക്കുന്ന പെണ്ണുങ്ങൾ വല്യക്കുടം നിർത്തി നോക്കുന്നുണ്ട്. നോക്കി പിന്നെ അല്ല പങ്കുണ്ണേട്ട പുതിയ കുടിയണോ എന്തോ ചോദിക്കുന്നുണ്ട്. ഔ മകരാശി നന്നാവട്ടെ എന്നാണ് അവർ പറയണത് കേട്ടോ. ഇങ്ങനെ കൊണ്ടുവരിക, ഇങ്ങനെ കൊണ്ടുവന്ന തനി നാടൻ ജീവിതം, നാടൻ പരുക്കത്തരം, നാടൻ സ്ത്രീ, നാടൻ പുരുഷൻ. ആ ഇതിൽ ഈ കുട്ടി പറഞ്ഞ ഒരു വാക്ക് എനിക്കിഷ്ടമായി. ആകെ നിറഞ്ഞു നിൽക്കുന്നത് നിശബ്ദത കേട്ടോ. അത്രത്തോളം യു ഗോട്ട് ഇറ്റ് എന്ന് ഞാൻ പറയും. കാരണം ഒന്നും പറയാൻ ആർക്കുമില്ല. ഇങ്ങനെ ഓരോ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് വീട്ടിലെത്തിയപ്പോൾ ഉമ്മർത്ത് ഒരു വിളക്ക് കത്തിച്ചു വെച്ചു. അപ്പോഴൊക്കെ അടുത്ത വീട്ടിൽ വേറെ ഏതോ ഒരു സ്ത്രീ വന്ന് കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുന്ന് വന്നവരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഉമ്മറത്ത് നിലവിളക്ക് കൊളുത്തിപ്പോളെ വിളിക്കുമ്പോൾ തന്നെ ഇയാളുടെ കയ്യിൽ ഫുൾ ചാരായമാണ്. ഇയാൾ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഭർത്താവ് പങ്കുണ്ണി, തൻ്റെ ഭീകരനായ ഭർത്താവ് പേടിയാണ് വിളിക്കേ. ഒന്നാമത് കല്യാണം തന്നെ അവൾക്ക് പേടിയാണ്, അത്രയല്ലേ ആയിട്ടുള്ളൂ. രണ്ടാമത് അവളുടെ വീട്ടിലുണ്ടായ മഹാദുരന്തം. ആരുടെ അമ്മ കല്ലിൻ്റെ അടിയിൽ പെട്ട് ചതഞ്ഞുപോയി. ഇതിൻ്റെ ഇടയിൽ ഇവൻ വിളിക്കുകയാണ്. ഈ പങ്കുണ്ണി ഭർത്താവ് അതിങ്ങനെ അയാൾ മദ്യത്തിൽ ഇങ്ങനെ മുഴുകിട്ടാ വിളിക്കണത്. ഒരു അട്ടുമ്പുറത്തൊരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ദൈന്യം ആണ് അവിടെ കാണുന്നത്, നിസ്സഹായത അല്ലേ. അങ്ങനെ പണ്ട് അടുത്ത് പോയപ്പോൾ പെട്ടെന്ന്
ഇവിടെ നിന്നും ഒരു നിലവിളി വന്ന് പതുക്കെ ഇറങ്ങി, വിളക്കിലിറങ്ങി, പിന്നെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി. കഥ കഴിഞ്ഞു. ആ നിലവിളിയാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം. നിസ്സഹായാവസ്ഥയിൽ പ്രകൃതിക്ക് തന്നെ എങ്ങനെ പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല. ആ പ്രകൃതിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഒരു വല്ലാത്ത നിലവിളി വിളക്കിലേക്ക് ഇറങ്ങി, പങ്ങുണ്ണയിലേക്ക് ഇറങ്ങി, ആ നിലത്തേക്ക് ഇറങ്ങി. അതോടുകൂടി ആ കഥ കഴിഞ്ഞു. കഥ എവിടുന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, വ്യക്തമായ ഒരു ചിത്രം മനസ്സിലെഴുതിയിട്ടാണ് കഥ എഴുതാനിരിക്കുക. സീത പറയുമായിരുന്നു എന്ന കഥയില് ഇത്രയും സ്ത്രീകളുടെ പേരുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സീത പറയുമായിരുന്നു എന്ന ഒരു തലക്കെട്ട് തന്നെ കൊടുക്കാൻ കാരണം? സീത ഇവിടെ ഉഴവുചാലിൽ നിന്ന് കിട്ടി. മണ്ണ് ഉഴുതു മറിക്കുമ്പോഴാണ് ആരെ കിട്ടിയേ? സീത കിട്ടിയേ. ആ ഭൂമിയുടെ പ്രതിനിധിയാണ് ഇവിടെ സീത. സീത എവിടെയും പറയുന്ന ഒന്നാണ്, വെറുതെ വെറുതെ. എന്താ പറയുക, ഇതൊക്കെ ഫ്യൂട്ടിലിറ്റിയാണ്, നശ്വരം. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ടേ ഈ കൗരവന്മാരെ തോൽപ്പിച്ചു. പക്ഷെ പാണ്ഡവർ നേടിയതെന്താ? ശ്മശാനം ഒക്കെ പോയി, നശിച്ചു. അപ്പോ ധർമ്മപുത്രർ ഒരു വാക്ക് ചോദിക്കുന്നുണ്ട്, എന്തു നേടി? അതാണ് ഫ്യൂട്ടിലിറ്റി കേട്ടോ. എന്തു നേടി? അതെ, ഈ ടോട്ടൽ ജീവിതത്തിൻ്റെ നമ്മൾ കൈക്കൂലി വാങ്ങിയിട്ടും കള്ളത്തരം പറഞ്ഞിട്ടും വെട്ടിക്കൊന്നിട്ടും അല്ലേ, ജീവിതത്തിൽ ഈ പെടാപ്പാടുകൾ മുഴുവൻ പെടുന്നത് എന്തിന്? ഫോർ നത്തിങ്, ഒന്നിനുമല്ല, വെറുതെ. ആ വെറുതെ എന്ന വാക്ക് ജീവിതത്തിൻ്റെ ടോട്ടാലിറ്റിയെ ബന്ധിപ്പിക്കുന്ന വെറുതെ, നിരർത്ഥകം. ആ നിരർത്ഥകം എന്നാണ് സീത പറയുമായിരുന്നു, ഈ ഭൂമി പറയുമായിരുന്നു, എൻ്റെ മനസ്സ് പറയുമായിരുന്നു, ഞാൻ എന്നോട് തന്നെ പറയുന്നു, വെറുതെ. കഥ വളരുന്ന കണ്ടോ? കഥ മാറുന്ന കണ്ടോ? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കഥയായി മാറുന്നു. സീതയുടെ കഥയല്ല പോ, നമ്മുടെ കഥ തന്നെയാണ്. അതന്നെയാണ് പൂന്താനം പാടിയത്. കൂടെയെല്ലാ ജനിക്കുന്ന നേരത്തും കൂടെയെല്ലാ മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത്. അപ്പോഴാണ് എല്ലാ തരത്തിലുള്ള ഇതും എന്തിന്? പൂർണ്ണതി, ഒന്നിനുമല്ല. പുതുതലമുറയ്ക്ക് കൊടുക്കാനുള്ളത് പുതിയ ജീവിതം പഠിക്കുക, പുതിയ ഭൂമി കാണുക, പുതിയ ആശയങ്ങൾ പഠിക്കുക. അങ്ങനെ അവനവന് സ്വന്തം ഭാഷയും സ്വന്തം ചിന്തയും സ്വന്തം ആശയങ്ങളും ഉണ്ടാക്കുക. പുതിയൊരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുക തന്നെ പറയാൻ. മുണ്ടൂരിന്റെയും പാലക്കാടൻ കല്ലടിക്കോടൻ മലനിരകളുടെയും പശ്ചാത്തലത്തിൽ ഒരു പിടി നല്ല ചില സാഹിത്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ച മാഷ്, പിന്നെ ഞങ്ങളുടെ ഈ പ്രൊജക്റ്റിന് വേണ്ടി ഞങ്ങളോട് അഭിമുഖത്തിന് തയ്യാറാവുകയും ചെയ്ത മാഷിന് ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ചിറ്റൂർ ഗവൺമെന്റ് കോളേജിന്റെ പേരിലും ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ പ്രൊജക്ട് ഗൈഡ് ആയിട്ടുള്ള സലാഹുദ്ദീൻ മാഷിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു.